This is a story of every employee who is ever worked in the corporate world. ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ ഒക്കെ പഠിച്ച് ഒപ്പം ACCA, CMA, CA എല്ലാം കൂടെ കോർപ്പറേറ്റ് എന്ന മഹാസ്വപ്നത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. ഒരു കമ്പനി കയറി എങ്ങനെയെങ്കിലും സെറ്റിലാകണം. അതൊരു സ്വപ്നമല്ല, പകരം അതൊരു സർവൈവൽ പ്ലാൻ മാത്രമാണ്. കോളേജ് തീർന്നു, പിന്നെ തുടങ്ങുന്ന സ്ട്രഗിള്. റെസ്യൂമേ സബ്മിറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നു, ഓഫർ ലെറ്റർ ഇതാ കയ്യിൽ വന്നപ്പോൾ ഓ മൈ ഗോഡ്, എല്ലാം ഓക്കെ ആയ പോലെ ഒരു തോന്നലായിരുന്നു. കറങ്ങുന്ന കസേര, AC റൂം, പോകാനൊരു ക്യാബ്, എല്ലാവരും കൊതിക്കുന്ന ഒരിടം. ഇനി എനിക്ക് ഒരു ഫ്യൂച്ചറുണ്ട്, ഇതുപോലെ പ്രതീക്ഷിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ആദ്യ ദിവസം തന്നെ നമ്മളത് മനസ്സിലാക്കുന്നു, ഇതൊരു ജോലിയല്ല, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രെയിനിങ് മാത്രമാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 9 മണിക്ക് ലോഗിൻ ചെയ്യുക, 12 മണി വരെ ഹലോ പോലും പറയാത്ത TLൻ്റെ ടീമിൽ വർക്ക് ചെയ്യുക, 2 മണിക്ക് ലഞ്ച്. പക്ഷേ പ്രോജക്റ്റ് ഇരിക്കുക എഴുന്നേക്കാൻ പോലും നമുക്ക് പേടി തോന്നാറുണ്ട്. 5 മണിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, 6 മണിക്ക് റീവർക്ക് ചെയ്യുക, 8 മണിക്ക് മാനേജർ ചോദിക്കും ക്യാൻ യു സ്റ്റേ ബാക്ക് ജസ്റ്റ് ഫോർ ടുഡേ എവറി ഡേ ആയപ്പോൾ നമ്മൾ സ്ലോലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബർത്ത്ഡേ പോലും വിട്ടുപോകാറുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് അതിനെപ്പറ്റി പറയണ്ട. ദിസ് ഈസ് ഓൺലി ഫോർ പോസ്റ്റേഴ്സ് ഇൻ ദ HR ഡിപ്പാർട്ട്മെൻറ്റ്. ഈച്ച് ആൻഡ് എവറി കമ്പനിയിൽ ഇങ്ങനെ ഒരു ബാനർ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ 100% വർക്ക് ചെയ്താലും ഇവാലുവേഷൻ 80% ആയിരിക്കും. TLന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മളെങ്കിൽ നോട്ട് പ്രോ ആക്റ്റീവ്, ലോ എനർജി, നോട്ട് ടീം സ്പിരിറ്റ് ഇങ്ങനെയൊക്കെ പറയും. പ്രൊമോഷൻ കിട്ടാൻ പെർഫോമൻസ് മതി. അല്ല, പെർഫോമൻസ് നമ്മുടെ ടീം ലീഡ് അഥവാ TL കാണണം, എന്നാലേ പ്രൊമോഷൻ കിട്ടും. കോർപ്പറേറ്റ് പൊളിറ്റിക്സ് അത് നമ്മുടെ കൈകളില്ലെങ്കിൽ നമ്മൾ വെറും ആവറേജ് എംപ്ലോയി എന്ന് പെർമനൻ്റ്ലി ലേബിൾ ചെയ്യപ്പെടും. സിക്ക് ലീവ് എടുത്താൽ ചോദിക്കും ഈസ് ഇറ്റ് അർജൻറ്റ്. ലേറ്റായിട്ട് ലോഗിൻ ചെയ്താൽ നമുക്ക് ഇമെയിൽ വരും. ഏർലി ലോഗൗട്ട് ചെയ്താൽ ടീം സ്പിരിറ്റ് മിസ്സിങ് എന്ന് പറയും. ലഞ്ച് കുറച്ച് നേരം കൂടിയ ടു മെനി ബ്രേക്സ്, നോട്ട് പ്രൊഡക്റ്റീവ്. നമുക്ക് ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ എന്തിലാണ് നല്ലത്. ഇത് ചോദിക്കുന്നവരാണ് ഔട്ട്സൈഡേഴ്സ് ആകുന്നത്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ആർ കൺസിഡർഡ് ട്രബിൾ മേക്കേഴ്സ്. സാലറി ഡേ ഈസ് നോട്ട് സെലിബ്രേഷൻ, ഈസ് എ കോമ്പൻസേഷൻ ഓഫ് ഡാമേജ്. ബാങ്ക് ബാലൻസ് എപ്പോഴും മൈനസ് ആയിരിക്കും, മെൻ്റൽ ബാലൻസ് അതിലും മൈനസ്. ടാക്സ്, PF, ബോണസ് ഇതെല്ലാം വാഗ്ദാനം ചെയ്ത് ഒടുവിൽ കിട്ടുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല. ഒരു മന്ത് സാലറി ഡേ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാകും. അങ്ങനെ ഒരു ഡേ നോക്കിയിരുന്നിരുന്ന് പ്രായം കൂടുന്നതും വർഷങ്ങൾ പോകുന്നതും നമുക്കറിയാൻ പറ്റില്ല. കോർപ്പറേറ്റ് വേൾഡിൽ നിങ്ങൾക്ക് കരിയർ കൊടുക്കും, പക്ഷേ സ്ലോലി കോൺഫിഡൻസ്, ക്രിയേറ്റിവിറ്റി, ക്യാരക്ടർ ഇതെല്ലാം എടുത്ത് കളയും. നമ്മൾ സർവൈവ് ചെയ്യുന്നു, പക്ഷേ വളരുന്നില്ല. ഒരു പക്ഷേ വാട്സപ്പ് സ്റ്റാറ്റസിലും LinkedInലും സക്സസ് ഒക്കെ കാണാൻ പറ്റും, പക്ഷേ റിയൽ ലൈഫിൽ ഒന്ന് കണ്ണാടി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഡിപ്രഷൻ ആയിരിക്കും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ ആക്ച്വലി അവരുടെ ഈ കോർപ്പറേറ്റിലുള്ള ലോകം എന്താണെന്ന് നമുക്ക് അറിയില്ല. ഫ്രണ്ട് സർക്കിൾ അതിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഫാമിലി മെമ്പേഴ്സിന് അറിയില്ല നമ്മളിപ്പോൾ ഏത് ജോബ് പൊസിഷനാണെന്ന്. എന്നാലും അവർ പറയും ജോബ് ഉണ്ടല്ലോ, പിന്നെ കംപ്ലൈൻറ്റ് എന്തിനാ. അതാണ് ടിപ്പിക്കൽ ഇന്ത്യൻ മൈൻഡ് സെറ്റ്. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ജോബ് ഉണ്ടെങ്കിൽ ഹാപ്പി ആകണം. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, പക്ഷേ സോൾ ഇല്ലാതായാൽ അതെങ്ങനെയാണ് ഹാപ്പി ആവാൻ സാധിക്കുന്നത്? അവർ പറയും നമുക്കൊരു ഫാമിലി പോലെ വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ബട്ട് റിസൾട്ട് എന്താണ്? സ്ലേവറി പോലെ ആകും. ഫാമിലി പോലുമല്ല, ദേ ഡ്രെയിൻ യുവർ എനർജി, ദെൻ സേ ബി പാഷനേറ്റ് അബൌട്ട് യുവർ ജോബ്. ബട്ട് ഹൗ വെൻ എവറി ഡേ ഫീൽസ് ലൈക്ക് എ സർവൈവൽ മോഡ്? ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഇത് കോർപ്പറേറ്റ് എംപ്ലോയീസിനെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത്തരം പേടികൾ കാണും, ഉറപ്പായിട്ടും കാണും. ഇഫ് യു ആർ ഫീലിംഗ് സിക്ക് എവറി സൺഡേ ഈവനിങ്, വെറുതെ എങ്കിലും ഒരു ലീവ് എടുത്താൽ കൊള്ളാം, മൺഡേ ഭയങ്കര മടിയായിട്ട് തോന്നിയിട്ടില്ലേ? ഇഫ് യു ആർ അഫ്രൈഡ് ടു ഓപ്പൺ യുവർ കമ്പനി ഇമെയിൽ ഇൻബോക്സ്, എസ്കലേഷൻ വല്ലതുണ്ടോന്ന്? ഹാവ് യു എവർ സ്മൈൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോസ് ബട്ട് ക്രൈഡ് ഇൻ വാഷ്റൂം? ഇഫ് യു ഡൗട്ട് യുവർ ഓൺ വർത്ത് ഡെയിലി, ഇതിനെല്ലാത്തൊരു ഉത്തരം യെസ് എന്നാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ജോബ്, ദിസ് ഈസ് എ മെൻ്റൽ ട്രാപ്പ്. ദേ വാണ്ട് യുവർ ബെസ്റ്റ് വർക്ക് ബട്ട് നോട്ട് യുവർ ബെസ്റ്റ് സെൽഫ്. ഒരു സാലറിക്ക് വേണ്ടി മാത്രമുള്ള ജോബ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, കോർപ്പറേറ്റ് സർവൈവ് ചെയ്യുന്നത് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഈ കഥയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. പറയാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാടുണ്ടാവും. ഇൻസൈഡ് എവറി എംപ്ലോയി ദർ ഈസ് എ സൈലന്റ് റെവല്യൂഷൻ സ്റ്റാർട്ടിങ്. വൺ ഡേ ഈ കോർപ്പറേറ്റിൽ നിന്ന് ഇമോഷണൽ ഡാമേജ് എടുത്ത് എല്ലാവരും ഒരു സൈലന്റ് ബാച്ച് ആകും. They will live and they will build something their own. They won't shout, they won't cry, they will just walk out smiling, leaving behind their ID card and their anxiety. ഇത് എൻ്റെ മാത്രം കഥയല്ല, ഇത് ഓരോ കോർപ്പറേറ്റ്
എംപ്ലോയീസിൻ്റെ ഡയറി കുറിപ്പാണ്. അൺറിട്ടൺ, അൺസ്പോക്കൺ, അൺസീൻ. ബട്ട് ടുഡേ ഇറ്റ് ഈസ് ഹിയർ.